90 പ്രകാശവർഷം അകലെ മറ്റൊരു ഭൂമി. ഒരു ഭാഗത്ത് എപ്പോഴും പകൽ, മറുഭാഗത്ത് രാത്രി. ഭൂമിയിൽ നിന്ന് 90 പ്രകാശവർഷം അകലെ ഭൂമിയോട് സാമ്യമുള്ള ഒരു എക്സോ പ്ലാനറ്റിനെ കണ്ടെത്തി. സൗരയൂഥത്തിന് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളെ പറയുന്ന പേരാണ് എക്സോ പ്ലാനറ്റുകൾ. LP7918d എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗ്രഹം ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രത്തെയാണ് ഭ്രമണം ചെയ്യുന്നത്. ടൈഡൽ ലോക്കിംഗ് എന്ന പ്രതിഭാസം ഈ ഗ്രഹവും നക്ഷത്രവും തമ്മിലുണ്ട്. നമ്മുടെ ഭൂമിയും ചന്ദ്രനും തമ്മിലും ഇതേ പ്രതിഭാസം നിലനിൽക്കുന്നു. ഇതുമൂലം ചന്ദ്രൻ്റെ ഒരു വശം മാത്രമാണ് ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുക. ഇതുപോലെ തന്നെ ഈ ഗ്രഹത്തിൻ്റെ ഒരു വശം മാത്രമാണ് നക്ഷത്രത്തോട് അഭിമുഖമായുള്ളത്. ഇതിനാൽ തന്നെ ഈ ഗ്രഹത്തിൻ്റെ ഒരു വശത്തു മാത്രം എപ്പോഴും പകലായിരിക്കും, മറുഭാഗത്ത് എപ്പോഴും രാത്രിയും. എപ്പോഴും പകലുള്ള ഭാഗത്ത് കനത്ത ചൂട് കാരണം വെള്ളമുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ എപ്പോഴും രാത്രിയുള്ള ഭാഗത്ത് ജലാംശം കണ്ടേക്കാമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. LP7918d എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗ്രഹത്തിന് ജുപ്പിറ്ററിൻ്റെ ഉപഗ്രഹമായ അയോ പോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് നാസ പറഞ്ഞു. നാസയുടെ സ്പിറ്റ്സർ സ്പേസ് ടെലസ്കോപ്പ്, ട്രാൻസ്മിറ്റിംഗ് എക്സോ പ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് അഥവാ ടെസ് എന്നീ സംവിധാനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഗ്രഹത്തെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. അന്തരീക്ഷത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താൻ ശാസ്ത്രജ്ഞർക്ക് പദ്ധതിയുണ്ട്. സൗരയൂഥത്തിലെ ഏറ്റവും പ്രതികൂല കാലാവസ്ഥയുള്ള ഗ്രഹങ്ങളായ ശുക്രനുമായും മറ്റുമുള്ള സാമ്യങ്ങൾ താരതമ്യം ചെയ്ത് പഠിക്കാനാണ് ശാസ്ത്രജ്ഞരുടെ ഉദ്ദേശം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.